തന്നോടൊപ്പം വളർന്നു വരുന്ന കലാകാരന്മാർ ഉയർന്നു കാണുന്നത് വളരെ സന്തോഷമുള്ള കാര്യമാണ്. അപ്പോൾ വറീസേട്ടൻ പറയും, എടാ 50 പൈസ ഒരു ചോറ്റുപാത്രത്തിൻ്റെ അടുപ്പ് കിണറ്റിൽ വീണിട്ട് അത് എടുത്തു കൊടുത്താൽ 50 പൈസ തരാമെന്ന് പറഞ്ഞിട്ട് കിണറ്റിൽ ഇറങ്ങിയവനാണ് ഞാൻ. ഇന്നിപ്പോൾ നമ്മുടെ സുഹൃത്തുക്കൾ, നീ നിൻ്റെ കാറിൽ വരുന്നു, ഞാൻ എൻ്റെ കാറിൽ വരുന്നു, ഇടയ്ക്ക് ഇതൊക്കെ ഒരു ബോണസ് അല്ലേ? അപ്പോൾ അതുകൊണ്ട് സഹപ്രവർത്തകർ വളരുന്നത് കാണുന്നത് ഭയങ്കരമായിട്ട് സന്തോഷിക്കുന്ന ഒരാളാണ് വറീസേട്ടൻ. വറീസേട്ടൻ്റെ ആ മരിക്കുന്നതിന് ഒരാഴ്ച മുമ്പ് തൃശ്ശൂർ റേഡിയോ നിലയത്തിലൊരു നാടകം ചെയ്തിട്ട് എന്നെ വിളിച്ചിട്ട് പറഞ്ഞെടാ, എൻ്റെ നാടകമുണ്ട്, നീ കേൾക്കണേ, കേട്ടിട്ട് നീ അഭിപ്രായം പറയണം. കാരണം അദ്ദേഹം അഭിനയം എന്ന് പറയുന്നത് ഭയങ്കര ഒരു ആവേശമാണ്. എടപ്പള്ളിയിൽ വെച്ച് ബസ് ആക്സിഡൻ്റ് ഉണ്ടായി. ആ ആക്സിഡൻറ്റിൽ പെട്ട് അദ്ദേഹത്തിൻ്റെ കൈ ഒടിഞ്ഞു പോയി. അങ്ങനെ അവിടുന്ന് എഴഞ്ഞ് അദ്ദേഹം എഴുന്നേറ്റിട്ട് നടന്നാണ് പുള്ളി വണ്ടിയിലേക്ക് കയറിയത്. അങ്ങനെ ആദ്യത്തെ ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ അവർ പറഞ്ഞ് കൈ കട്ട് ചെയ്ത് കളയേണ്ടി വരും. അങ്ങനെ പുള്ളി സമ്മതിച്ചില്ല. അങ്ങനെ പിന്നെ മറ്റൊരു ഹോസ്പിറ്റലിൽ പോയപ്പോൾ അത് കുഴപ്പമില്ല വറീസ, നമുക്ക് സെറ്റാക്കാം എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം ആദ്യം ചോദിച്ചത്, എനിക്ക് അഭിനയിക്കാൻ പറ്റുമോ ഡോക്ടറെ? നിങ്ങൾക്കറിയാം വറീസേൻ്റെ ഒരു കൈ ഇങ്ങനെ അല്പം ഇങ്ങനെ ചെയ്ത് ഞാൻ അത് ആക്സിഡൻ്റ് ആയിട്ട് കമ്പിയിട്ടൊക്കെയാണ്. ഒരുമിച്ച് നാടകം അഭിനയിച്ച് അല്ലെങ്കിൽ സിനിമയിൽ, പിന്നീട് ഞാൻ തിരക്കഥ എഴുതിയ സിനിമയിൽ അദ്ദേഹത്തിന് കഥാപാത്രങ്ങളെ കൊടുക്കാൻ കഴിയുക എന്ന് പറയുന്നത് ഇപ്പോഴും വളരെ സന്തോഷമാണ്. അപ്രതീക്ഷിതമായ ഒരു യാത്ര പറച്ചിലായിരുന്നു. അതിന് ഒരാഴ്ച മുമ്പ് ഞാൻ വീട്ടിൽ ചെന്നപ്പോൾ എനിക്ക് അദ്ദേഹം അവിടെ കൃഷിയിലായിരുന്നു. അവിടുന്ന് ഒരു ഏത്തവാഴയുടെ കണ്ണെടുത്തിട്ട്, എടാ നീ ഇത് വീട്ടിൽ കൊണ്ട് വെച്ചിട്ട് അത് മുളച്ചേം എന്നോട് പറയണം കേട്ടോ എന്ന് പറഞ്ഞു. അങ്ങനെ കൃഷി ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് അദ്ദേഹത്തിന് പെട്ടെന്ന് ഒരു പെയിൻ ഉണ്ടാവുകയും നമ്മുടെ ആലുവയിലെ ആ ഉളിയന്നൂർ, പെരുന്തച്ഛൻ്റെ നാടായ ഉളിയന്നൂരാണ് അദ്ദേഹം താമസിക്കുന്നത്. അവിടുന്ന് അപ്ഡേറ്റ് വണ്ടി ഓടിച്ച് വന്ന് പെട്ടെന്ന് അവിടെയുള്ള ആ പോസ്റ്റിൽ വന്ന് ഇടിച്ച് പെട്ടെന്ന് ഹോസ്പിറ്റലൈസായി. അവിടെ വെച്ച് അദ്ദേഹം പോവുകയായിരുന്നു. ഈ ബാബു ആക്സിഡൻറ്റിൻ്റെ കാര്യം പറഞ്ഞല്ല, അതിന് അനുബന്ധമായിട്ടൊരു പറഞ്ഞു കേട്ട ഒരു കഥയുണ്ട്. അതായത് ആക്സിഡൻ്റ് ആയതിനു ശേഷം കോമ്പൻസേഷന് വേണ്ടി കേസ് കോടതിയിലെത്തിയപ്പോൾ കോടതിയിൽ വക്കീൽ വാദിച്ചതെന്ന് പറഞ്ഞാൽ അഭിനയമല്ലേ, കൈക്ക് പരിക്ക് പറ്റിയത് അഭിനയത്തെ ബാധിക്കില്ല എന്നുള്ളൊരു ആർഗ്യുമെൻറ്റ്സ് വന്നപ്പോൾ NF ഏട്ടൻ പറഞ്ഞു എല്ലാ അഭിനയത്തെ ബാധിക്കും. കാരണം ഒരാളോട് നീ ഇറങ്ങിപ്പോടാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും വരെ കൈ വരുള്ളെങ്കിൽ എങ്ങോട്ട് ഇറങ്ങിപ്പോകാനാണ്, വാതിൽ മാറിപ്പോവും എന്ന് പറഞ്ഞ്, അതുകൊണ്ട് അത് ബാധിക്കുമെന്ന് പറഞ്ഞപ്പോൾ ജഡ്ജി തന്നെ തിരിച്ചുപോയി. എന്നിട്ട് പുള്ളിക്ക് കോമ്പൻസേഷൻ കിട്ടിയെന്ന് ഒരു കഥ ഈ പറഞ്ഞ ആക്സിഡന്റിന് ശേഷം ഉണ്ടായ കോടതിയിൽ വെച്ചു. അപ്പൊ സ്പോണ്ടേനിയസ് ആയിട്ട് സന്ദർഭോചിതമായിട്ട് പുള്ളി ചില കമന്റുകൾ പറയുന്ന ഒരു സ്വഭാവമുണ്ട്. അത് വളരെ നർമ്മത്തിലൂടെ തന്നെ അത് അവതരിപ്പിക്കുകയും ചെയ്യും. ഈ മരണവുമായി ബന്ധപ്പെട്ട് ഉള്ള ഒരു കാര്യം സൂചിപ്പിക്കാനുണ്ട്. 2002 ജൂൺ മാസം 19 തീയതിയാണ് മരണം അടയുന്നത്. 17-ാം തീയതി എൻ്റെ നാടക സമിതിയുടെ ഓഫീസിൽ വന്നിരുന്നു. അപ്പോൾ പുള്ളി ഈ ഷൂട്ടിംഗ് കഴിഞ്ഞ് കഴിഞ്ഞാൽ മിക്കവാറും ഗ്യാപ്പ് വരുമ്പോൾ എന്നെ കാണാൻ വരും. എന്നിട്ട് ആ ഷൂട്ടിംഗ് സ്ഥലത്തുണ്ടായ സംഭവങ്ങളും വിശേഷങ്ങളൊക്കെ പറയും. അന്ന് 17-ാം തീയതി ജൂൺ 17-ാം തീയതി വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ അനിയൻ ഈ പറഞ്ഞ മാതിരി അകാലത്തിൽ മരിച്ചതിൻ്റെ 30-ാം ദിവസമായിരുന്നു. അപ്പം അനിയനുമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ട് പുള്ളി പറഞ്ഞു, അവൻ ജീവിച്ച് കൊതി തീരാതെയാണ്ടോ പോയത് എന്ന് പറഞ്ഞു. കൂട്ടത്തിൽ പറഞ്ഞു, എനിക്കും വയസ്സ് 19-22 എൻ്റെയും അവസാനത്തെ റീൽ ഓടിക്കൊണ്ടിരിക്കുകയാണ്ടോ എന്ന് പറഞ്ഞു. ഞാനിപ്പോൾ വല്ലാതെ ശാസിച്ചു. താനെന്തോ തോന്നിയ ദിവസമാണ് ഈ പറയുന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ശാസിച്ചു. അന്ന് ഏതാണ്ട് ഒരു 3-4 മണിക്കൂറിരുന്ന് ഞങ്ങൾ സംസാരിച്ചു. ഒക്കെ ഈ ഷൂട്ടിംഗ് വിശേഷങ്ങളും നാടക വിശേഷങ്ങളും ഒക്കെയാണ്. അതിനുശേഷം പുള്ളി വണ്ടി കയറിയിരുന്നു. കാറിൽ കയറിയിരുന്നപ്പോൾ സംസാരിച്ച് തീർന്നിട്ടില്ല എന്ന മട്ടിൽ ഞാൻ വീണ്ടും പോയി വണ്ടിയിലിരുന്നും കുറച്ച് നേരം സംസാരിച്ചു. അതിൻ്റെ പിറ്റേ ദിവസമാണ് ഞാൻ ഓഫീസിലിരിക്കുമ്പോൾ, മൈസൂരിയുടെ നാടക ഓഫീസിലിരിക്കുമ്പോൾ എൻ്റെ ഒരു സുഹൃത്ത് കാറുമായിട്ട് വന്നിട്ട് വേഗം ഒന്നവിടെ നിർത്തിയിട്ട് പറഞ്ഞു, ദേ വറീസ് ആക്സിഡൻറ്റ് പറ്റി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിരിക്കണം, നമുക്ക് അമൃതയിലേക്ക് കൊണ്ടുപോകണം, അങ്ങനെ പറഞ്ഞത്. ഞാൻ ഉടനെ ആ വണ്ടി കയറി നേരെ ചെല്ലുമ്പോൾ മരിച്ചിട്ടൊരു 10 മിനിറ്റ് കഴിഞ്ഞിരിക്കുന്നു. പിന്നീട് ആദ്യ അവസാനം ഞാനുണ്ടായി എന്ന് പറഞ്ഞാൽ ഒരു അറം പറ്റുന്നത് പോലെ അവസാനത്തെ റീൽ ഓടിക്കൊണ്ടിരിക്കുന്നത് പറയുകയും, കാര്യം ഞാനതിലൊന്നും വിശ്വസിക്കാത്ത ഒരാളാണെങ്കിൽ പോലും അതൊരു അറം പറ്റി പോലെയായി എന്നുള്ളതാണ്. അത് അന്നത്തെ പത്രത്തിൽ മനോരമയിലൊക്കെ ആ വാർത്ത വന്നിരുന്നു. എൻ്റെ അടുത്ത് ചിലർ ചോദിച്ചപ്പോൾ ഞാനിത് പറഞ്ഞു. അപ്പോൾ അന്ന് ആ വാർത്തയും വന്നിരുന്നു.